ഹലോ, വെൽക്കം ബാക്ക് ടു ചാരൂസ് വ്ലോഗ്. ഞങ്ങളിപ്പോൾ ഫാമിലിയും ഒന്നിച്ച് പാലക്കാടേക്ക് ഒരു യാത്ര പോവുകയാണ്. ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് ഒറ്റപ്പാലത്തിനടുത്തുള്ള മനുശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മനയിലേക്കാണ്. ഒരു പ്രശസ്തമായ തറവാടാണ് വരിക്കാശ്ശേരി മന. നമുക്കെല്ലാവർക്കും അറിയാം, പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ മനയിൽ വെച്ചിട്ട്. ഇവിടെ കണ്ടപ്പോൾ തന്നെ ദേവാസുരം എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ മംഗലശ്ശേരിയാണ് ഓർമ്മ വന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. നാലുകെട്ടിൻ്റെ ഘടനയുള്ള ഈ തറവാട്ടിലെ ഓരോ മുറിയിലും ശ്രദ്ധയാകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ മനയുടെ ചുറ്റുപാടൊന്ന് ഇറങ്ങി കണ്ടു. അവിടെ ഒരു കുളമുണ്ട്, ഒരു അമ്പലമുണ്ട്, അതൊക്കെ കണ്ടു. എല്ലാവരും കൂടെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അടുത്ത സ്പോട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ പോയത് പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള പാലക്കാട് കോട്ടയിലേക്കാണ്. കവാടത്തിന് മുമ്പിൽ തന്നെ ഒരു അമ്പലമുണ്ട്. ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് കെട്ടിടങ്ങളും ഗേറ്റുകളും ഗോപുരങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നടന്ന് കാണാനുണ്ട് ഇവിടെ. പോയ സമയം നല്ല വെയിലായതിനാൽ കുട്ടികളെയും കൊണ്ട് ഞങ്ങളൊന്ന് വേഗത്തിൽ നടന്ന് കണ്ടു. 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ സന്ദർശന സമയം. പ്രവേശന ഫീസും ചെറുതാണ്. ഈ കോട്ടയ്ക്ക് പുറത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഉള്ള സ്ഥലത്ത് വെച്ച് അവിടെ നിന്ന് കഴിച്ചു. നേരെ ഞങ്ങൾ പോയത് ഈ സ്നേക്ക് പാർക്കിലേക്കായിരുന്നു. ഇവിടെയും ചെറിയൊരു പ്രവേശന ഫീസ് കൊടുത്തിട്ട് ക്യൂ നിന്നു ഞങ്ങൾ. 11 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇവിടെ ഫീസ് വേണ്ട കേട്ടോ. കുട്ടികളൊക്കെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കണ്ടത് കൂട്ടിൽ കിടക്കുന്ന പാമ്പുകളെയൊക്കെ. അവിടെ എല്ലാം നോക്കിക്കണ്ടു പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടുത്തുള്ള മലമ്പുഴ ഡാമിലേക്ക് പോയി. ഒരു വിനോദസഞ്ചാര സ്വർഗമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അണക്കെട്ടിൻ്റെയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുടെയും അതിമനോഹരമായ കാഴ്ച കാണാൻ റോപ്പ് യാത്രയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് കാണാനും പ്രകൃതിയെ ആസ്വദിക്കാനും പറ്റിയ സ്ഥലമാണ് മലമ്പുഴ. കാണുന്നത് അതിനുള്ളിലെ മ്യൂസിയമാണ്. അവിടെ പ്രദേശത്തെ പുരാവസ്തുക്കളും അവിടുത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിനുള്ളിലെ പാർക്കിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു.
കുട്ടികളൊക്കെ വളരെ എൻജോയ് ചെയ്തു. കളിച്ചും ചിരിച്ചും സമയം പോയത് അറിഞ്ഞതേയില്ല. സമയം 6:30 ഞങ്ങൾ അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ പാലക്കാടൻ യാത്ര. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും തരണേ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.